Hi friends, welcome to Shari's Kitchen. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണല്ലോ ഇടിയപ്പം. അപ്പോൾ അതിൻ്റെ ഒരു ഹെൽത്തി വേർഷനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വീറ്റിൻ്റെ ഗോതമ്പിൻ്റെ ഇടിയപ്പമാണ്. ഇടിയപ്പത്തിന് നിങ്ങൾ ചില ആളുകൾ നൂലപ്പം എന്നും പറയും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഷാലീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എന്നാലും നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് എന്തായാലും ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ഗ്ലാസ്സിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ വെള്ളം എടുക്കേണ്ടതൊക്കെ. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ഓൺ ചെയ്യുക. ആ പാനിലേക്ക് നമുക്ക് 1 കപ്പ്, ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 1 കപ്പ് ഇത് ഇട്ട് കൊടുക്കാം, ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത് മെല്ലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നൂലപ്പം ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ മെല്ലെ റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കരിയും. സോ ഒരു 3-4 മിനിറ്റ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. സോ ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഓഫ് ചെയ്യുന്നു കേട്ടോ. ഇത് നന്നായി റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പം ഞാനിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ എടുത്ത കപ്പില്ലേ, ആ കപ്പിൽ തന്നെ ഞാൻ 1 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇത് തിളപ്പിക്കുക. ഈ വെള്ളം നമ്മൾ തിളപ്പിക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആൻഡ് ഇനിയിപ്പോൾ 1 ടീസ്പൂൺ ഓയിലും കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് നന്നായി തിളക്കട്ടെ. നന്നായി തിളച്ചിട്ട് വേണം നമുക്ക് ഇടിയപ്പത്തിൻ്റെ പൊടി ഇട്ടിട്ട് ഇത് ഇളക്കിയെടുക്കാൻ. ഓക്കെ, ഇപ്പം വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ മാവിലേക്ക് ഈ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഫുൾ ഒഴിക്കരുത് കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കണം. ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മുഴുവൻ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മാവ് അനുസരിച്ചിട്ട് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കിത് മുഴുവൻ ഒഴിക്കേണ്ടി വന്നിട്ടില്ല. ഇനി ഇത് മിക്സ് ചെയ്യണം. ഇത് നല്ല ചൂടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നതാണ്. ഒന്ന് ചൂടാറിയിട്ട് നമ്മൾക്ക് ഇത് നന്നായി കുഴച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലതാ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇടിയപ്പം ഇത് പ്രസ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഓൺ ചെയ്ത് വെക്കാം നമുക്ക്. സമയത്ത് നമ്മൾ ഇത് ചെയ്യുന്ന ഇടിയപ്പത്തിൻ്റെ പ്രസ് നമ്മൾ ഓയിൽ തടവി കൊടുക്കണം. ഞാനിതിപ്പോൾ ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത ഇത് ഇട്ട് കൊടുക്കുക. എത്രയാണെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക. മാവ് കുഴച്ച മാവ് ഇതിലിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് തിരിച്ചു കൊടുക്കുക. ഓക്കെ,
നമുക്ക് നല്ല ഈസി ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വലുപ്പത്തിൽ ഇത് തിരിച്ചു കൊടുക്കുക. എൻ്റെ ഇപ്പോൾ ഇതൊരു വലിയ പാത്രത്തിലാണ് ഞാൻ സ്റ്റീം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വലുതായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് നല്ല ഈസി ആയിട്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് നമുക്കിനി സ്റ്റീം ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഈ സ്റ്റീമറിൽ ഇത് വെക്കുക. ഇത് നമുക്ക് അടച്ചു വെക്കുക. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. കാരണം ഇത് ഓൾറെഡി നമ്മളിത് പകുതി ഇത് കുക്ക് ചെയ്തതാണല്ലോ ചൂടുവെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് കാണാം. ഓക്കെ, ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇടിയപ്പത്തിൻ്റെ ഇത് ഞാൻ കുറേ നാട്ടിൽ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതാകെ ഒക്കെ ആഡ് ചെയ്യും. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ ഒരു സ്റ്റീമർ കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നിങ്ങൾ ഇപ്പോൾ നാട്ടിലല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ സ്റ്റീമർ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ ഇത് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് എടുക്കാം കേട്ടോ. നോക്കൂ, ഇത് ശരിക്കും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. എന്നിട്ട് ഞാൻ സെർവ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇത് കാണിച്ചു തരാം. നമുക്ക് മറ്റേതും കൂടി ഇതിലുണ്ടാക്കി നോക്കാം കേട്ടോ. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഇത്തിരി തേങ്ങ ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ് അത്. അപ്പോൾ ഞാൻ അടുത്തതും കൂടി ഉണ്ടാക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്. വെറുതെ തേങ്ങാപ്പാലിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കറി ഉപയോഗിച്ചിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.